മറുനാടൻ ഷാജിൻ്റെ മറ്റൊരു ഉടായ്പ നോക്കുക. ഈ മറുനാടൻ ഷാജൻ എന്തിനാണ് ഇങ്ങനെ വ്യാജം പടച്ചു വിടുന്നത്? മുസ്ലിം തീവ്രവാദികൾക്ക് സപ്പോർട്ട് ചെയ്യേണ്ട യാതൊരു കാര്യമില്ല. ഇസ്രായേൽ ജനങ്ങൾക്ക് അവർക്കാണ് ആ ദേശം ക്രിസ്തയേശു അവകാശമായി കൊടുത്തത്. അതിനുശേഷം AD, അതായത് 1-ാം നൂറ്റാണ്ട്, ആ ഒരു കാലഘട്ടത്തിൽ യഹൂദന്മാർ ചിതറിപ്പോയ ശേഷം എന്ത് ചെയ്തു? റോമൻ ആധിപത്യം. പിന്നീട് അത് കഴിഞ്ഞിട്ട് മുസ്ലിങ്ങൾ അവിടെ എന്ത് ചെയ്തു? അതിനെ സ്വന്തമാക്കി ഒരു ടർക്കിഷ് അധികാരം. അങ്ങനെ യഹോവയെ ദൈവം ഇസ്രായേൽ മക്കൾക്ക് അവരുടെ സ്വന്തം ദേശം കൊടുക്കുമെന്നും അവരെ ചിതറിപ്പോയവരെല്ലാം കൂട്ടി വരുത്തുമെന്ന് പറഞ്ഞ ആ ഒരു വാഗ്ദത്ത പ്രകാരം 1948 അവരെന്ത് ചെയ്തു? മെയ് മാസം അവരെന്ത് ചെയ്തു? മടക്കി വരുത്തുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. അത് യഥാർത്ഥത്തിൽ പാലസ്തീൻ ഭൂമിയല്ല. ഇസ്രായേൽ മക്കൾ അത്രയും കാലം ഇല്ലാതിരുന്ന സമയത്ത് അവിടെ ബദൂവിയൻസും മറ്റാളുകളും കയറി കുടിയേറി പാർത്തതാണ്. എന്നാൽ ആ ചരിത്രമൊന്നും അറിയാതെ, മനസ്സിലാകുന്നുണ്ടോ? ഈ 47-48 മുതലുള്ള ചരിത്രം മാത്രം എടുത്താൽ മറുനാടൻ ഷാജൻ എന്ത് ചെയ്യും? അസ്രി ബീച്ചു ഫോർ ബദനി ഹോൻ കൽപ്പട്ടി മറുനാടൻ ഷാജൻ ചിലപ്പോൾ തെറ്റുപറ്റാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് എൻ്റെ പൊന്ന് മറുനാടൻ ഷാജൻ, താങ്കൾ എന്ത് ചെയ്യണം? ആദ്യം തൊട്ടുള്ള ചരിത്രം പഠിക്കണം. ഉൽപ്പത്തി മുതലുള്ള ആ ചരിത്രം പഠിക്കണം. ഉൽപ്പത്തി 12 അബ്രഹാമിനെ ദൈവം തിരഞ്ഞെടുത്തതും അതിനുശേഷം അബ്രഹാമിൻ്റെ മകനെ ഇസാക്കിൻ്റെ ചരിത്രവും പിന്നെ യാക്കോബിൻ്റെ ചരിത്രം. അതായത് ഇസാക്കിൻ്റെ മകനാണ് ഏശാവും യാക്കോബ്. ആ യാക്കോബിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്? ഫോർ ബദനി ഹോൻ പട്ടി 12 ഗോത്രപിതാക്കന്മാർ, അതായത് യഹൂദ ഉൾപ്പെടെയുള്ള 12 മക്കളെ എന്ത് ചെയ്യുന്നത്? യാക്കോബിന് ലഭിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഒരു പെങ്ങളും കൂടെ ഉണ്ട്. അതായത് ഈ 12 പേർക്ക് ഒരു പെങ്ങളും കൂടെ ഉണ്ട്. അതിനുശേഷമാണ് എന്ത് ചെയ്യുന്നത്? പുറപ്പാട് പുസ്തകത്തിൽ എന്ത് ചെയ്യുന്നത്? യോസെഫിന് അറിഞ്ഞൂടാത്ത ഒരു ഭരണാധികാരി വരികയും, മനസ്സിലാവുന്നുണ്ടോ? പിന്നീട് ഇസ്രായേൽ മക്കളെ ആ അടിമത്വത്തിൽ നിന്നും രക്ഷിക്കുന്ന ചരിത്രവും, ആ ഇസ്രായേൽ മക്കൾക്ക് ആ കാലത്ത് എന്ത് ചെയ്തു? ന്യായപ്രമാണ യുഗം എന്നുള്ള അർത്ഥത്തിൽ കുറച്ചു കാലം ന്യായപ്രമാണത്തിന് കീഴിലായിരുന്നു. മനസ്സിലാവുന്നുണ്ടോ? എന്നാൽ വാഗ്ദത്ത മശീഹ യഹൂദ ഗോത്രത്തിൽ നിന്ന് പിന്നെ അബ്രഹാമിൻ്റെ മകനായി ദാവീദിൻ്റെ മകനായി യേശുക്രിസ്തുവിൻ്റെ വംശാവലി മത്തായി സുവിശേഷം 1:1 നമുക്ക് വായിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും. എന്നാൽ ആ കാലത്ത് പിന്നീട് യെരുശലേമിനെ 4 ശക്തികൾ ഭരിക്കുവാൻ തക്കൊണ്ട് ഇടയായിത്തീർന്നു. ഇസ്രായേൽ മക്കൾ വിഗ്രഹാരാധനയിലേക്ക് പോയപ്പോൾ അവിടെ അശൂറിനെ കൊണ്ടും ബാബിലോണിനെ കൊണ്ടും, അപ്പോൾ ആദ്യം നമ്മൾ പഠിച്ചത് ഈജിപ്റ്റ്, പിന്നെ അത് കഴിഞ്ഞിട്ട് അശൂർ, പിന്നെ അത് കഴിഞ്ഞിട്ട് ബാബിലോൺ, പുള്ളിംഗ് ഡൗൺ സ്ട്രോങ് ഹോൾസ്, ഫോർ ബദനി ഹോൻ കൗണ്ടർ ലിബർട്ടി. ബാബിലോൺ ഭരിച്ചു കഴിഞ്ഞപ്പം എന്ത് ചെയ്തു? ബാബിലോൺ അവരുടെ ഭരണകാലം 70 സംവത്സരം കഴിഞ്ഞപ്പോഴത്തേക്കും ഇന്ന് ഇറാൻ എന്നറിയപ്പെടുന്ന മേദ്യ പേർഷ്യ സാമ്രാജ്യം. മനസ്സിലാകുന്നുണ്ടോ? അതായത് കരടി സാമ്രാജ്യം. ബാബിലോൺ സിംഹ സദൃശ്യമായ ഒരു സാമ്രാജ്യം. മനസ്സിലാകുന്നുണ്ടോ? ഡാനിയൽ പ്രവാചകന്റെ പുസ്തകമൊക്കെ വല്ലപ്പോഴൊക്കെ എടുത്ത് എന്ത് ചെയ്യണം? ഈ മറുനാടൻ ഷാജനൊക്കെ ഒന്ന് വായിക്കണം. ചരിത്രം അറിഞ്ഞൂടാതൊന്നും പറയരുത്. ഫോർ ബദനി ഹോൻ കാൾബട്ടി പുള്ളിംഗ് ഡൗൺ സ്ട്രോങ് ഹോൾസ് ചരിത്രം, ഫോർ ബദനി ഹോനിൽ പടി ചരിത്രം അറിഞ്ഞൂടാതെ എന്ത് ചെയ്യരുത്? ആസ്ഫ്രി പീസി ഒന്നും പറയരുത്. ഒന്ന് പോയി പഠിച്ചിട്ട് വരും, അപ്പോൾ സ്വന്തമാവും. നിങ്ങൾ എൻ്റെ വചനത്തിൽ നിലനിൽക്കുന്നുവെങ്കിൽ, മനസ്സിലാകുന്നുണ്ടോ? നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരായി സത്യം നിങ്ങൾ അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കുകയും ചെയ്യുന്നതാണ് ദൈവത്തിൻ്റെ വചനം വായിക്കുന്നത്. യോഹന്നാൻ്റെ ഗോസ്പൽ 8:32 ഇഫ് ദ സൺ ദെയർഫോർ ഷാൽ മേക്ക് ഫ്രീ ഷാൽ ബി ഫ്രീ ഇൻഡീഡ്. അതും കൂടെ വല്ലപ്പോഴും എടുത്തൊന്ന് വായിക്കണം. ആ പുസ്തകം പൊടിതട്ടി വെച്ചേക്കാതെ വല്ലപ്പോഴും മറുനാടൻ ഷാ എടുത്തൊന്ന് വായിക്കണം. പിന്നീട് എന്ത് ചെയ്തു? 3ാമത്തെ സാമ്രാജ്യമായി ഗ്രീക്ക് സാമ്രാജ്യം, അലക്സാണ്ടർ ചക്രവർത്തിയുടെ സാമ്രാജ്യം. അതിനുശേഷം എന്ത് ചെയ്യുന്നു? റോമൻ സാമ്രാജ്യം വന്ന് എന്ത് ചെയ്തു? യേശുക്രിസ്തുവിൻ്റെ ആ ഒരു ജനനകാലം, അല്ലെങ്കിൽ മാനുഷിക സ്ത്രീയിൽ നിന്ന് വന്നവനായി എന്നൊക്കെ നമ്മൾ വായിക്കുന്നില്ലേ? ദൈവ വാഗ്ദത്തം, അല്ലെങ്കിൽ ക്രിസ്തു മറിയൽ കൂടെ ഈ ലോകത്തേക്ക് വന്നപ്പോഴത്തേക്കും ആ സമയത്ത് ഇസ്രായേൽ മക്കൾ ആരുടെ അധീനത്തിലായിരുന്നു? റോമൻ ആധിപത്യം, ആസ്ഫ്രി പീസി ആധിപത്യത്തിന് കീഴിലായിരുന്നു. ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കണം. പിന്നീട് അതിനുശേഷം എന്ത് ചെയ്തു? യഹൂദന്മാരാൽ എന്ത് ചെയ്തു? മാനവജാതിയുടെ എല്ലാവരുടെയും രക്ഷയ്ക്കായി കർത്താവായ ക്രിസ്തു ക്രൂസിൽ മരിച്ചു ഉയർത്തെഴുന്നേറ്റു. ആ ക്രിസ്തുവിന്റെ സുവിശേഷം എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും സ്വതന്ത്രമാകും. അതിന് താങ്കൾ എതിർ നിൽക്കരുത്. ഫോർ ബദനി ഹോൻ കൽപ്പട്ടി ദൈവം കൺഫ്യൂഷൻ ദൈവമല്ലോട്ട പീസ്. ആ ഗോസ്പൽ അറിയിക്കുന്നതിന് താങ്കൾ എതിരായി നിൽക്കരുത്. ഞാൻ തന്നെ വഴിയും സത്യം ജീവനാവുന്നു, ഞാൻ മുഖാന്തരമല്ലാതെ ആർക്കും ഫാദറിൻ്റെ അടുക്കൽ എത്താൻ കഴിയുകയില്ല. അപ്പോൾ അതിന് മറുനാടൻ ഷാജൻ വെറുതെ എതിർത്ത് നിന്ന് നശിച്ചു പോകാൻ കാരണമുണ്ട്. അതുകൊണ്ടൊന്നും കൊണ്ട് മാറി നിൽക്കുക. പട്ടിയൊട്ട് പുല്ല് തിന്നത്തുമില്ല, പശുവിനൊട്ട് തിന്നിക്കാൻ സമ്മതിക്കത്തില്ലെന്ന് പറയുന്ന പോലെ എന്തിനാണ് ഇങ്ങനെ ആവശ്യമില്ലാതെ, മനസ്സിലാവുന്നുണ്ടോ, ഒരു ദുരിതത്തിൽ നാശത്തിൽ അകപ്പെടുന്നത്? മുസ്ലിങ്ങളെ സപ്പോർട്ട് ചെയ്ത് നാശത്തിൽ അകപ്പെടരുത്. പിണറായി വിജയനെ വിമർശിക്കുന്ന വളരെ നല്ല കാര്യം. ആൻറ്റി പിണറായി വിജയനിസം ഈവിൾ റോൾ, അതിനെ വിമർശിക്കുന്നത് നല്ലതാണ്. പിണറായി വിജയൻ്റെ ഈവിൾ റോളിനെ വിമർശിക്കുന്നത് നല്ലതാണ്. അതായത് ആൻറ്റി പിണറായി വിജയൻസ് ഈവിൾ റോൾ, അതൊക്കെ നല്ലതാണ്. പിന്നെ ഈ മുസ്ലിം തീവ്രവാദികളെ കുടപിടിക്കുന്നത് ശരിയല്ല. ചരിത്രം അറിഞ്ഞിട്ട് പറയണം. ചരിത്രം അറിഞ്ഞിട്ട് പറയണം.
ഫോർബിഡൻ യു കാണ്ടൽ ലിബർട്ടി. പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റോമൻ ആധിപത്യത്തിന് കീഴിൽ നിന്നും ഇസ്രായേൽ മക്കൾ എന്ത് ചെയ്തു? പിന്നീട് കുറേ കാലഘട്ടം കഴിഞ്ഞപ്പോഴത്തേക്കും യഹൂദന്മാർക്ക് അവരുടെ ദേശത്തിൽ കാലുകുത്താൻ പറ്റാത്ത രീതിയിൽ റോമൻ ആധിപത്യം ഒരു ഓർഡർ ഇറക്കി. അങ്ങനെ എല്ലാ യഹൂദന്മാർക്കും അവരുടെ രാജ്യം വിട്ടുപോകേണ്ടി വന്നു. മോശയുടെ ന്യായപ്രമാണം എടുത്ത് വായിച്ചു നോക്കണം, മനസ്സിലാവുന്നുണ്ടോ? പിന്നെ ആവർത്തന പുസ്തകം 28 എടുത്തൊന്ന് വായിച്ചു നോക്കണം. മാത്രമല്ല അവർ പിന്നെ എന്ത് ചെയ്തു? ക്രൈസ്റ്റിനെ തള്ളിക്കളഞ്ഞു. പിന്നെ അതിനു മുമ്പേ എന്ത് ചെയ്തു? ന്യായപ്രമാണമൊക്കെ ലംഘിച്ചത് കൊണ്ട് അവർ അന്യദൈവങ്ങളിലേക്ക് തിരിഞ്ഞതുകൊണ്ട്, മനസ്സിലാവുന്നുണ്ടോ? പിന്നെ കർത്താവ് യേശു ക്രിസ്തു ക്രൂശിക്കാൻ കാരണമായതുകൊണ്ട് നമുക്ക് രക്ഷ കിട്ടി, ജാതികൾക്ക് രക്ഷ കിട്ടി. അപ്പോൾ ഇസ്രായേൽ മക്കൾ ചെതറിപ്പോകേണ്ട ഒരു ആവശ്യമുണ്ട്, മനസ്സിലാകുന്നുണ്ടോ? അവർ ക്രിസ്തയേശുവിനെ തള്ളിക്കളഞ്ഞുകൊണ്ടാണ് ക്രിസ്തയേശു എന്ന ധനം നമുക്ക് ലഭിച്ചത്. അപ്പോൾ അങ്ങനെ വന്നപ്പോഴത്തേക്കും മറുനാട് ഷാജൻ വല്ലപ്പോഴൊക്കെ ആ പുസ്തകം കൊടുത്തെന്ന് വായിക്കും, കിതാബ് തുറന്ന് വെച്ച് വായിക്കണം. അത് പൊടി പിടിച്ചിരിക്കാൻ വേണ്ടിയിട്ടല്ല, ഇത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യും. അപ്പം ഈ ചാനൽ ആദ്യമായിട്ടാണ് ആളുകൾ കാണുന്നതെങ്കിൽ എന്ത് ചെയ്യും? താല്പര്യമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം, ഷെയർ ചെയ്തേക്കണം, മനസ്സിലാവുന്നുണ്ടോ? എനിക്ക് മറുനാടെന്നോ പിണറായി വിജയൻ എന്നോ കോൺഗ്രസ് എന്നോ കമ്മ്യൂണിസ്റ്റ് എന്നോ BJP എന്നോ മുസ്ലിം തീവ്രവാദം എന്നല്ല, ഉള്ളതല്ലെങ്കിൽ പറയും. ഇഷ്ടമുണ്ടെങ്കിൽ മറുനാട് ഷാജൻ കേൾക്കുക, മനസ്സിലാവുന്നുണ്ടോ? പട്ടിയൊട്ട് പുല്ലെന്താണ് തിന്നത്തുമില്ല, പശുവിനെ തിന്നാൻ സമ്മതിക്കത്തില്ല. ഫോർബിഡൻ യു കാണ്ടൽ ലിബർട്ടി. പട്ടിയൊട്ട് പുല്ല് തിന്നത്തുമില്ല, പശുവിനോട്ട് തിന്നാൻ സമ്മതിക്കുകയില്ല എന്ന് പണ്ടൊക്കെ നമ്മൾ കേട്ടിട്ടില്ല. അതുപോലെ ആയിത്തരായിരിക്കും ഒന്ന് ശ്രമിക്കുക. റോമൻ ആധിപത്യം ആ ഭരണം, റോമൻ ആധിപത്യം ക്രൂരമായ ഇരുമ്പ് പോലത്തെ ഒരു ഭരണം നടന്നുകൊണ്ടിരിക്കുമ്പം ഇസ്രായേൽ മക്കൾക്ക് അവരുടെ ദേശം, യഹൂദന്മാർക്ക് സ്വന്തം ദേശം വിട്ട് പോകേണ്ട ഒരു സ്ഥിതി വന്നു. ഒരൊറ്റ യഹൂദനോടെ കാല് കുത്താത്ത രീതിയിൽ അവരെന്ത് ചെയ്തു? പിന്നെ ഈ റോമൻ അധികാരികൾ എന്ത് ചെയ്തു? പുറത്താക്കാൻ ഇടയായിത്തീർന്നു. പിന്നീട് വർഷങ്ങളായിട്ട് ആ യഹൂദന്മാരുടെ ഭൂപ്രദേശം എന്ത് ചെയ്തു? യഹൂദന്മാരില്ലാതെ അനേക ശബത്തുകൾ എന്ത് ചെയ്തു? അതങ്ങനെ തന്നെ കിടന്നു. റെസ്റ്റായിട്ട് അത് അനുഭവിച്ചു, ആ ദേശം റെസ്റ്റായിട്ട് അനുഭവിച്ചു. പിന്നീട് എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ യഹൂദന്മാരൊക്കെ ഇല്ലാതിരിക്കുന്ന സമയത്ത് മരുഭൂമി ഒട്ടപക്ഷിയുടെയും മൂങ്ങകളുടെയും കുറുനരികളുടെയും അല്ലെങ്കിൽ അങ്ങനെ ഒരു വന്യജീവികളുടെ താവളമായി മാറി. അങ്ങനെ ഇസ്രായേൽ മക്കൾക്ക് പിന്നീട് കൊടുക്കും എന്നുള്ള വാഗ്ദത്ത പ്രകാരം ഫസ്റ്റ് വേൾഡ് വാർ, സെക്കൻഡ് വേൾഡ് വാർ, ഫസ്റ്റ് വേൾഡ് വാറിൽ 1917 ബാൽഫർ വിളംബരമൊക്കെ ഒന്ന് എടുത്ത് വായിച്ചു നോക്ക്, മനസ്സിലാവുന്നുണ്ടോ? ബ്രിട്ടീഷുകാർ അവർക്ക് കൊടുക്കാമെന്ന് പറഞ്ഞെങ്കിലും അക്ഷരികമായിട്ട് അവരുടെ കയ്യിൽ വന്നില്ല. അങ്ങനെ ഹിറ്റ്ലർ യഹൂദന്മാരെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു. അങ്ങനെ 1948 മെയ് മാസത്തിൽ എന്ത് ചെയ്തു? ഒരു ദിവസം കൊണ്ട് ഒരു രാഷ്ട്രം പിറക്കുമോ? മനസ്സിലാകുന്നത് യേശയ്യാ പ്രവാചകൻ 66 പ്രകാരമൊക്കെ എന്ത് ചെയ്തു? ആ രാഷ്ട്രം അവർക്ക് മടക്കി നൽകുവാനൊക്കെ ഇടയായിത്തീർന്നു. അപ്പം തൊട്ട് അറബികളുടെ കണ്ണുകടിയായി. ഇതുവരെ ഇങ്ങനെ പച്ചപ്പില്ലാത്ത ഈ ഭൂപ്രദേശം യഹൂദന്മാർക്ക് ക്രിസ്തയേശു കൊടുത്ത ടെക്നോളജി, ടെക്നോളജി, കൃഷിയുടെ ടെക്നോളജി അവർ ബുദ്ധിപേ ചെയ്തപ്പോഴത്തേക്ക് അവിടെ എല്ലാം പച്ചപ്പ് വരാൻ തുടങ്ങി. അപ്പോൾ പിന്നെ അറബികൾക്ക്, മുസ്ലിം ലോകത്തിന് അല്ലെങ്കിൽ മുഹമ്മദിൻ്റെ റിലീജിയനിലുള്ളവർക്ക്, അതായത് ആ കപട മതത്തിലുള്ളവർക്ക്, മുസ്ലിങ്ങളല്ലാത്തവരെ കൈയും കാലും വെട്ടിക്കൊല്ലണമെന്ന് പറഞ്ഞവർക്ക് കണ്ണുകടി തുടങ്ങി. അവരെന്ത് ചെയ്തു? അങ്ങനെ ഇസ്രായേൽ അറബ് യുദ്ധം എന്നുള്ള അർത്ഥത്തിലൊക്കെ നമ്മൾ കേൾക്കാനിടയിൽ തോന്നുന്നു. ഞാനൊന്നും ആ കാലത്ത് ജനിച്ചിട്ടില്ലെങ്കിലും പണ്ട് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അങ്ങനെ പിന്നീട് നടന്ന ഇസ്രായേൽ അറബികൾ പിന്നീട് കൂട്ടമായി ചേർന്ന് ഇസ്രായേലിനൊക്കെ ആക്രമിച്ചു. 1967 6 days വാറിൽ അതിലവർ ദയനീയമായി അറബികൾ പരാജയപ്പെട്ടു. മനസ്സിലാവുന്നുണ്ടോ? 81 സങ്കീർത്തനമൊക്കെ എടുത്തൊന്ന് വായിച്ചു നോക്കണം. ബൈബിൾ വായിക്കാത്തതിൻ്റെ കുറവാണ് ഷാജൻ ഇങ്ങനെ അബദ്ധങ്ങൾ വിളിച്ചു പറയുന്നത്, മനസ്സിലാവുന്നുണ്ടോ? ഇങ്ങനെയുള്ള പിന്നെ തെറ്റായ കാര്യങ്ങൾ, ഫാസ്റ്റ് ടീച്ചിങ് വിളിച്ചു പറയുന്നത്. അതുകൊണ്ട് ബൈബിള് വല്ലപ്പോഴും എടുത്തെങ്കിലും ഒന്ന് വായിക്കണം. ഒരു മാധ്യമപ്രവർത്തനമായിട്ട് അറിയാത്ത പണി എന്ത് ചെയ്യാൻ പോരുത്. സെബാസ്റ്റ്യൻ മെന്നക്കലിൻ്റെ നിന്ന് വയറ് നിറച്ച് കിട്ടിയത് പോരെ? ആവശ്യമില്ലാതെ എന്തിനാണ് ഇങ്ങനെ വ്യാജം പറയുന്നത്? അറിയാവുന്നുള്ള പണി ചെയ്യുക. ജേർണലിസം അറിയാമല്ലോ, അത് തൽക്കാലം ചെയ്യുക, സത്യസന്ധമായിട്ട് ചെയ്യുക. നമ്മൾ നോക്കിയിട്ട് വിലയിരുത്തേണ്ട മാർക്കിടാം. അതുകൊണ്ട് ഈ മുസ്ലിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നത് നിർത്തുക. ഇസ്രായേൽ മക്കൻ ആരാണെന്ന് മറുനാടൻ ക്ഷേമമായി പഠിക്കുക, മനസ്സിലായില്ലേ? ഇത് പിണറായി വിജയനല്ല. നമ്മളടുത്ത് പിന്നെ ഇസ്രായേൽ വിരോധം എന്തെങ്കിലും ഒരു കാര്യം, തെറ്റായ കാര്യങ്ങൾ പറഞ്ഞാൽ നമ്മൾ അതിനെതിരെ വീഡിയോ ഇറക്കിയിരിക്കും, മനസ്സിലാവുന്നുണ്ടോ? പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സത്യത്തിന് വേണ്ടി, അല്ലാതെ നമ്മൾ പിണറായി വിജയൻ്റെ മുസ്ലിങ്ങളുടെ അതൊന്നുമല്ല. ഇപ്പം താങ്കൾ പറഞ്ഞത് സത്യമല്ലാത്തത് കൊണ്ട് എതിർക്കണം. ബാക്കിയുള്ള കാര്യങ്ങൾ ആൻറ്റി പിണറായി വിജയനിസം, അതായത് പിണറായി വിജയൻ്റെ ഈവൽ റോളിനെതിരെയുള്ള താങ്കളുടെ നിലപാടൊക്കെ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അതൊക്കെ നമ്മൾ സപ്പോർട്ട് ചെയ്യുമെങ്കിലും ഇത്തരം കാര്യങ്ങൾ സപ്പോർട്ട് ആക്കൂല. അതുകൊണ്ടാണ് തെളിവ് സാധനം പറയുന്നത്. അതൊക്കെ വല്ലപ്പോഴൊക്കെ എടുത്ത് പഠിച്ചു നോക്കണം കേട്ടോ. പുതിയ നിയമം വായിക്കണേ മക്കളെ. പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ പിന്നീട് 1948 ഇസ്രായേൽ മക്കൾ എന്ത് ചെയ്തു? അവരുടെ സ്വന്തം ദേശത്തേക്ക് എന്ത് ചെയ്തു? മടങ്ങി വന്നു. അങ്ങനെ മടങ്ങി വന്ന് അവിടെ എല്ലാം പച്ചപ്പാകാൻ തുടങ്ങി. 1967 അറബികൾ ദയനീയമായി പരാജയപ്പെട്ടു. പിന്നീട് അങ്ങോട്ടുള്ള യുദ്ധങ്ങളെല്ലാം അറബികൾക്ക് നിരന്തരമായ പരാജയം. അപ്പം ക്രൈസിസ് അവർക്ക് തുണനിൽക്കുന്നത് കൊണ്ടാണ്, സ്വാതന്ത്ര്യം നൽകുന്നതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? അവർക്ക് ആ ജയം നൽകാൻ കഴിയുന്നത്. എന്നാലും അവർക്ക് വേണ്ടി ക്രൂശിൽ മരിച്ച കർത്താവ് യേശു ക്രിസ്തു മനുഷ്യനായി ദൈവം, ഗോഡ് വാസ് മാനിഫെസ്റ്റഡ് ഇൻ ദ ഫ്ലഷ്, ആ അവസാനം അവർ കുത്തിയ എങ്കിലേക്ക് നോക്കും. അതൊക്കെ ആ ഒരു പ്രവചനം നിറവേറുന്നത് ഇപ്പോഴല്ല, പുള്ളിങ് ഡൗൺ ഓഫ് സ്ട്രോങ്ഹോൾഡ്സ്, അത് പിന്നത്തേലാണ്. അതായത് യേശു ക്രിസ്തുവിൻ്റെ രണ്ടാം വരവിൻ്റെ 2 ഘട്ടം.
ഒന്നാമത്തേതിൽ ക്രിസ്തേസിന് വേണ്ടി കാത്തിരിക്കുന്നവർക്കുള്ള രഹസ്യപരവും മനസ്സിലാകുന്നുണ്ടോ. അതിനുശേഷം 7 വർഷം കഴിഞ്ഞിട്ട് ആൻറ്റി ക്രൈസ്റ്റിൻ്റെ ഭീകര ഭരണത്തിന് കീഴിലാവുമ്പോൾ യഹൂദന്മാരെന്ത് ചെയ്യും? പിന്നെ എന്താണ്, യഹോവയുടെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹിക്കപ്പെട്ടവൻ. നമ്മളുടെ പിതാക്കന്മാർ യഥാർത്ഥ മെസ്സിയാണ് നമ്മുടെ പിതാക്കന്മാർ ക്രൂശിച്ച് കൊന്നെന്ന് മനസ്സിലാക്കുമ്പോൾ അവരെന്ത് ചെയ്യും? അവസാനം അവർ കുത്തി എങ്കിലേക്ക് നോക്കും. ദെയർ ഈസ് ഓൺലി വൺ ഗോഡ്. മനസ്സിലാകുന്നുണ്ടോ? പുള്ളിങ് ഡൗൺ സ്റ്റോൾസ് കാസ്റ്റിംഗ് ഡൗൺ ഇമാജിനേഷൻസ്. അതായത് ദൈവം ഒരുവനല്ലോ, ദൈവത്തിനും മനുഷ്യനും മധ്യസ്ഥനും ഒരുവനല്ലോ. എല്ലാവർക്കും വേണ്ടി മറുവിലയെ തന്നെത്താൻ കൊടുത്ത മനുഷ്യനെ ക്രിസ്തേശു തന്നെ. ബൈബിള് പുള്ളിങ് ഡൗൺ ഓഫ് അസ്രി പീസ്യു വല്ലപ്പോഴൊക്കെ എടുത്ത് എന്ത് ചെയ്യണം? ഒന്ന് വായിച്ചു നോക്കണം. 1 തിമോഥെയോസ് 2-ാം അധ്യായത്തിൻ്റെ 4-6 വരെയൊക്കെ എടുത്തൊന്ന് വായിച്ചു നോക്കണം മക്കളെ. വേറൊരു കാര്യം പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്തു? അങ്ങനെ ഇസ്രായേൽ മക്കൾക്ക് അവരുടെ സ്വന്തം ദേശം പിന്നീട് ലഭിച്ചു. ഇന്നുവരെയും ആ ശക്തികളോട് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, പിന്നെ ഫോർ ബദൻ യു ഹാവ് കൗണ്ടർ ലിബർട്ടി. അതായത് നമ്മൾ ശരിക്കും ചിന്തിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ, ഈ ദുഷ്ടശക്തികളോട് എതിർത്ത് നിൽക്കാൻ നമുക്കെന്തുണ്ട്? ഒരു കോൺഫിഡൻസ് ഉണ്ട്. ഇസ്രായേൽ എന്ന രാജ്യത്തോട് എതിർത്ത് നിൽക്കാൻ പല ദുഷ്ടശക്തികൾ പല സൈഡിൽ നിന്ന് ആക്രമിച്ചിട്ടും 2021 ആക്രമണത്തിലും 2023 ഒക്ടോബർ 7 തൊട്ടുള്ള ആക്രമണത്തിലും അവരെന്ത് ചെയ്തു? ചുണ്ടയ്ക്ക കൊടുത്ത് വഴുതനങ്ങയല്ല, ഒരു ആറ്റം ബോംബാണ് വിലയ്ക്ക് വാങ്ങിയത്. വല്ല കാര്യമുണ്ടോ? വിലയ്ക്കുന്നല്ലേ കൊയ്യത്തുള്ളൂ. മനസ്സിലാകുന്നുണ്ടോ? ആ ചരിത്രം അത് മനസ്സിലാക്കണം. അത് 1947-48 മുതലുള്ള ചരിത്രം മാത്രം വായിച്ചാൽ പോരാ. മറുനാടൻ പിള്ളേ, താങ്കൾ എന്ത് ചെയ്യണം? എൻ്റെ പൊന്നുമക്കൾ വല്ലപ്പോഴൊക്കെ എന്ത് ചെയ്യണം? ആ ബൈബിൾ എടുത്തൊന്ന് വായിച്ചു നോക്കണം. മനസ്സിലാകുന്നുണ്ടോ? പുരാതന ചരിത്രം എടുത്ത് വായിച്ചു നോക്കണം. മക്കൾ എവിടെ പഠിച്ചത് മോനു ചക്കരോ? വല്ലപ്പോഴൊക്കെ എന്ത് ചെയ്യണം? ബൈബിൾ എടുത്തൊന്ന് വായിച്ചു നോക്കണം. മക്കളെ ബുദ്ധിയൊക്കെ ഒന്ന് ഡെവലപ്പ് ചെയ്യട്ട്. മനസ്സിലായില്ലേ? ഇത് പിണറായി വിജയനെയോ VD സതീശിനോ പറയുമ്പോഴല്ല, ബൈബിളിനോ ഇസ്രായേൽ മക്കളെതിരെ പറയുമ്പോഴത്തേക്കും പുള്ളിങ് ഡൗൺ സ്ട്രോങ്ഹോൾഡ്സ് സ്റ്റാൻഡ് ഫാസ്റ്റ് ദ ലിബർട്ടി ഓഫ് ദ ക്രൈസ്റ്റ് മിനിസ്റ്ററി ആൻഡ് ബി നോട്ട് എൻഡിങ് അഗൈൻസ്റ്റ് ദി ഓക്കമന്റ് as free peace you exceed enjoy great a lot of peace. Now may the Lord of peace himself give peace always in every way. Now may the Lord of peace himself give peace always in the Lord be with you all. ഭയപ്പെടേണ്ട. പുള്ളിങ് ഡൗൺ സ്ട്രോങ്ഹോൾഡ്സ് നാം ഇനി അടിമത്തിൽ കൂടിയും വരുത്. ഫോർ ബദൻ യു ഹാവ് കാൾഡ് ബട്ട് ഫിയർ നോട്ട് പുള്ളിങ് ഡൗൺ സ്റ്റോൾസ് കാസ്റ്റിംഗ് ഡൗൺ ഇമാജിനേഷൻസ്. മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവർ ആകൊണ്ട് താനും ഒരെപ്പോലെ ഡു നോട്ട് സിയറ്റാൽ ഡു നോട്ട് ഫിയർ. ഫോർ ബദൻ യു ഹാവ് കാൾഡ് ബട്ട് താനും ഒരെപ്പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി മരണത്തിൻ്റെ അധികാര പിശാനെ തൻ്റെ മരണത്താൽ നീക്കി ജീവന്റെ മരണഭീതിയിൽ അടിമകളായിരുന്നവരെ കുടിച്ചു. അപ്പോൾ താങ്കൾ ചെയ്യേണ്ടത് ബൈബിൾ വല്ലപ്പോഴും എടുത്ത് വായിച്ചു നോക്കാം. ഇന്നും വരെ ഇസ്രായേൽ മക്കളെ പരാജയപ്പെടുത്താൻ പറ്റിയിട്ടുമില്ല. മാത്രമല്ല ഈ എതിർക്കുന്ന രാജ്യങ്ങൾ തകർന്നുകൊണ്ടാണ് ഇരിക്കുന്നത്. മനസ്സിലാകുന്നുണ്ടോ? അതുകൊണ്ട് മറുനാടൻ ഈ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഷെൽഫിൽ പൊടി പിടിച്ചിരിക്കുന്ന പുസ്തകങ്ങൾ വല്ലപ്പോഴൊക്കെ എടുത്ത് എന്താണ്? പുസ്തകം ഇങ്ങനെ ഷെൽഫിൽ വെച്ചേക്കാളല്ല, എടുത്ത് കിതാബ് എടുത്ത് വായിക്കണം കേട്ടോ. മക്കൾ എന്ത് ചെയ്യണം? അറിവുകൊണ്ട് പ്രവർത്തനമാണേ കുഞ്ഞെ. മനസ്സിലാകുന്നുണ്ടോ? വല്ലപ്പോഴൊക്കെ എന്ത് ചെയ്യണം? പുസ്തകങ്ങൾ വായിക്കണം. പുസ്തകങ്ങൾ വായിച്ച് അങ്ങനെ വായിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഇസ്രായേൽ എന്താണ്, പാലസ്തീൻ എന്താണ്, അങ്ങനെയുള്ള ചരിത്രങ്ങൾ എന്ത് ചെയ്യും? മനസ്സിലാക്കാൻ പറ്റും. മനസ്സിലായത്? പിണറായി വിജയനൊക്കെ എതിരെ സംസാരിക്കാനായിട്ട് ജസ്റ്റ് ജേർണലിസോ അങ്ങനെയുള്ള ഇതൊക്കെ മതി. ബൈബിളിനെ കുറിച്ചോ അല്ലെങ്കിൽ ഇസ്രായേൽ മക്കളെ കുറിച്ചൊക്കെ പറയണമെങ്കിൽ കുറച്ച് റെഫറൻസ് എൻ്റെ പൊന്നുമക്കൾക്ക് എന്ത് ചെയ്യേണ്ടി വരും? എൻ്റെ മുഖം പ്രതി എൻ്റെ ചുമട് ലഘുമാവുന്നു, നാം ഇനി അടിമത്തിൽ കൂടിയും പോരുത്. മക്കൾക്ക് പ്രയാസമൊന്നുമില്ല, കുറച്ചൊന്ന് റെഫർ ചെയ്തിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ മക്കൾക്ക് കുറച്ചും കൂടെ സ്വാതന്ത്ര്യം ലഭിക്കും. അതുകൊണ്ട് താങ്കളുടെ ഈ വീഡിയോയുടെ ഭാഗങ്ങളെയും കൂടെ ഞാൻ എന്ത് ചെയ്യാണ്? റെസിസ്റ്റ് ചെയ്യാണ്. നല്ല ഭാഗങ്ങളുണ്ടില്ലെന്ന് പറയുന്നത്, നല്ല ഭാഗങ്ങൾ ഒരുപാടുണ്ട്. പക്ഷേ ഇങ്ങനെ ഒരു അബദ്ധം മേലിൽ ആരെടുത്തും കൊട്ടിഘോഷിച്ച് എന്ത് ചെയ്യുന്നത്? എഴുന്നള്ളിച്ച് ആളുകൾ എന്താണ് ഫോർ ബദൻ യു ഹാവ് കൗണ്ടർ ലിബർട്ടി ആസ് ഫ്രീ ബിസ് യു വഴുതെറ്റിച്ച് എന്താണ് പുള്ളിങ് ഡൗൺ സ്റ്റോൾസ് ക്യാൻസൽ ഡൗൺ ഫോർ ബദൻ യു ഹാവ് ലിബർട്ടി വശീകരിച്ച് എന്ത് ചെയ്യരുത്? അവരെ എന്താണ് പിന്നെ ഫോർ ബദൻ യു ഹാവ് ലിബർട്ടി ഒരു തിന്മയിലേക്ക് നയിക്കരുത്. അതുകൊണ്ട് എന്ത് ചെയ്യണം? വല്ലപ്പോഴും പുസ്തകങ്ങൾ എടുത്ത് വായിക്കണം. വീണ്ടും മറുപടി വരുന്നുണ്ട് കേട്ടോ, നല്ല സദ്യ വരുന്നുണ്ട്. മനസ്സിലാകുന്നുണ്ടോ? വ്യക്തിപരമായിട്ട് ഒരു വിരോധമല്ല, നമ്മൾ ആശയം കൊണ്ടാണ് എതിർക്കേണ്ടത്. മനസ്സിലാകും? നമ്മൾ വാളുകൊണ്ടല്ല. മനസ്സിലാവുന്നുണ്ടോ? ആശയപരമായിട്ടാണ് നമുക്ക് എതിർപ്പ്, അല്ലാതെ മറ്റൊന്നുമില്ല. ധൈര്യം ഉണ്ടെങ്കിൽ ഇതിനൊരു ആൻസർ പറ. അപ്പം ഞാൻ അടുത്ത വീഡിയോ ചെയ്യും. നമുക്ക് ആശയങ്ങൾ കൊണ്ടാണ് എതിർപ്പ് മക്കളെ. പുള്ളിങ് ഡൗൺ സ്റ്റോൾസ് ഫോർ ബദൻ യു ഹാവ് കാൾഡ് ബട്ട് നമുക്ക് ആശയങ്ങൾ കൊണ്ടാണ് എതിർപ്പ്. മനസ്സിലാവുന്നുണ്ടോ? ഇവിടെ നമ്മുടെ കയ്യിൽ അല്ലാതെ കൊല്ലാനോ പിടിക്കാനോ തല്ലാനോ ഉരുട്ടാനോ അങ്ങനെയൊന്നുമില്ല. ആശയപരമായിട്ട് എതിർക്ക്. താങ്കളെന്ന വ്യക്തിയല്ല ഞാൻ എതിർക്കുന്നത്, ആ ഫാൾസ് ടീച്ചിങ്സിനെയാണ് എന്ത് ചെയ്യുന്നത്? എതിർക്കുന്നത്. ഇത്രയും വലിയ ജേർണലിസ്റ്റായിട്ട് ബൈബിൾ വായിച്ചില്ലെന്നാണ് അയ്യേ എന്താണ് ഷെയിം മോശം തന്നെ മോശം ഷെയിം പപ്പി ഷെയിം പപ്പി ഷെയിം. അതുകൊണ്ട് എന്ത് ചെയ്യണം? ഷെയിമാണ്, മോശമാണ്. കത്തോലിക്ക മതത്തിൽ പോകേണ്ട വലിയ കാര്യമൊന്നുമില്ല. ബൈബിൾ വായിക്കും കേട്ടോ, കുറച്ചുകൂടെ സ്വതന്ത്രമാക്കേ. പിന്നെ സുവിശേഷം താങ്കളോ പറയുന്നില്ല, പറയുന്നവരോട്ട് പറയാൻ അങ്ങനെ. മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെയുള്ള വീഡിയോ ഒന്നും ചെയ്തിട്ട് കാര്യമില്ല. മനസ്സിലാവുന്നുണ്ടോ? അവർ പറയട്ടെ, നിങ്ങളോ പറയുന്നില്ല, പറയുന്നവരെങ്കിലും പറഞ്ഞ് 10 പേരെ രക്ഷയിലേക്ക് നയിച്ച് സ്നാനപ്പെടുത്തി ക്രിസ്ത്യേശന്റെ രാജ്യത്തിന്റെ അവകാശികളാകട്ടെ. മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾ സ്നാനപ്പെട്ട് ക്രിസ്ത്യേശനെ ധരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്വർഗത്തിൽ പോകാം. അതുകൊണ്ട് ഈ ഒരു ദുരന്തത്തിൽ മനസ്സിലാവുന്നുണ്ടോ? നിത്യ നരകത്തിൽ ചെന്ന് വീണ് കിടന്ന് എന്താണ് കൈങ്കലോട്ട് അടിക്കുന്നതിനേക്കാളും ഭേദം ഇപ്പോഴേ
എന്താണ് മറ്റൊരുത്തന്നെ രക്ഷയില്ല. നാം രക്ഷകർത്താൻ ആകാശെങ്കിൽ മനുഷ്യരുടെ കയ്യിൽ നൽകപ്പെട്ട മറ്റൊരു നാമമില്ല. അപ്പോൾ അതുകൊണ്ട് എന്താണ് എന്താണ് സാല്വേഷൻ ക്രൈസിസ്, ബിലീവ് ഓൺ ലോർഡ് ജീസസ് ക്രൈസ്റ്റ് ആൻഡ് യു ആൻഡ് യുവർ ഫാമിലി വിൽ ബി സേവ്ഡ്, പുള്ളിംഗ് ഡൗൺ സ്ട്രോങ്ഹോൾഡ്സ് ഫോർ ബദൻ യു ഹാവ് കാർഡർ ലിബർട്ടി. ഞാൻ തന്നെ വഴിയും സത്യം ജീവനാവുന്നു, ഞാൻ മുഖാന്തരമല്ലാതെ ആരും ഫാദറിൻ്റെ അടുക്കൽ എത്തുന്നില്ല. വല്ലപ്പോഴൊക്കെ എടുത്ത് വായിച്ചു നോക്കണേ, ഫോർ ബദൻ യു ഹാവ് കാൾബർട്ടി. ഇനി മറുപടി വരുന്നുണ്ട് കേട്ടോ. താങ്കൾ നന്നാവാൻ വേണ്ടിയിട്ടാണ്, വേണമെങ്കിൽ നന്നാവുക, അത് താങ്കളുടെ ഇഷ്ടം. ആശയപരമായിട്ടാണ് എതിർക്കുന്നത്, താങ്കളുടെ വ്യക്തിപരമായിട്ടോ താങ്കളുടെ മറ്റു കാര്യങ്ങളോ അല്ല. ഈ ഒരു തെറ്റായ ഫാൾസ് ടീച്ചിങ്ങിന് എതിരായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്. ഇതുപോലെ ഇനിയും ഫാൾസ് ടീച്ചിങ് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, തീർച്ചയായിട്ടും എതിർക്കും. ഫോർ ബദൻ യു ഹാവ് ബഡി, ഇഫ് ദ സൺ therefore shall make free, shall be free indeed. മൈ yoke is easy and my burden is light and be not entangled again the yoke. തെറ്റായ ടീച്ചിങ്സ് നടത്തുകയോ ക്രിസ്തുവിനെയോ ബൈബിളിനെയോ വിമർശിച്ച് പറയുകയാണെങ്കിൽ ഇനിയും നല്ല ക്ലാസ് അല്ലെങ്കിൽ വേറെ നിറച്ച് സദ്യ കിട്ടുമേ. ആശ്രിപ്പിച്ചു. മറുനാടൻ ഷാജൻ്റെ ഉടായ്പകൾ ഇതാ പൊളിക്കുകയാണ്. ഇതിൻ്റെ മറുപടി നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ഇതിനുള്ള മറുപടിയുണ്ട്. നമസ്കാരം. ഹമാസ് ഒരു ഭീകരവാദ സംഘടനയാണ് എന്ന് എന്നെ പോലെയുള്ളവർ പറയുമ്പോൾ, അല്ലെങ്കിൽ ശശി തരൂർ അങ്ങനെ പറഞ്ഞപ്പോൾ ചിലർക്കൊക്കെ വേദനയും വിഷമവും പ്രതിഷേധവും ഉണ്ടായത്, ഹമാസ് നേതൃത്വം കൊടുക്കുന്നത് ഒരു സ്വാതന്ത്ര്യ സമരമാണ് എന്ന വിശ്വാസം ചിലർക്കെങ്കിലും ഉള്ളത് കൊണ്ടാണ്. പ്രത്യേകിച്ച് മഹാഭൂരിപക്ഷം വരുന്ന മുസ്ലിം സമുദായത്തിൽ. അതിനവരെ കുറ്റം പറയാൻ സാധ്യമല്ല. കാരണം ഫലസ്തീൻ എന്ന് പറയുന്ന ഒരു ദേശത്തേക്ക് 3/4 നൂറ്റാണ്ട് മുമ്പ് ഒരു പുതിയ രാജ്യം സ്ഥാപിക്കുകയായിരുന്നു ഇസ്രായേൽ എന്ന നിലയിൽ. സ്വാഭാവികമായും ഇന്ത്യയിൽ വന്ന് ഒരു രാജ്യം, ശക്തിയുള്ള രാജ്യങ്ങൾ ചേർന്ന് സ്ഥാപിച്ചാൽ നമ്മൾ കടുത്ത പ്രതിഷേധത്തിലാവും, എതിർപ്പിലാകും. ചരിത്രാതീത കാലം മുതലുള്ള കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഇസ്രായേൽ എന്ന ഒരു രാജ്യം പുനരുജ്ജീവിപ്പിക്കാൻ തീരുമാനിച്ചപ്പോൾ അത് ഫലസ്തീൻ എന്ന രാജ്യത്തിന്റെ ഭൂപ്രദേശത്ത് രൂപം കൊടുത്തു എന്നതാണ് ചരിത്രപരമായ തെറ്റ്. അതുകൊണ്ടാണ് അധിനിവേശ ഇസ്രായേൽ എന്ന് ഫലസ്തീൻ ജനത വിശേഷിപ്പിക്കുന്നത്. അവരുടെ സ്വപ്നം എന്ന് പറയുന്നത് ഇസ്രായേൽ ഫലസ്തീന്റെ ഭാഗമായി മാറുക, ഇസ്രായേൽ എന്ന രാജ്യം ഇല്ലാതാവുക എന്നതാണ്. എന്നാൽ അത് പ്രായോഗികമാണോ? വിയോജിപ്പുണ്ട്. ആ വിയോജിപ്പുള്ള ഭാഗത്തെ ഇവിടെ തുറന്നു കാട്ടുകയാണ്. ഇവിടെ നമുക്കതൊന്ന് പുള്ളിംഗ് ഡൗൺ സ്ട്രോങ്ഹോൾഡ്സ് ഫോർ ബദൻ യു ഹാവ് കാൾബർട്ടി, നാമിനെ അടിമത്തിൽ കൂടി വരുത്. നമുക്ക് ആ ഭാഗങ്ങളൊന്ന് കേട്ടാലോ. പുള്ളിംഗ് ഡു നോട്ട് ഫിയർ അറ്റ് ആൾ, ഡു നോട്ട് ഫിയർ, സ്റ്റാൻഡ് ഫാസ്റ്റ് ഓൺ ദ ലിബർട്ടി ഓഫ് ദ ക്രൈസ്റ്റ് ഹാസ് മേഡ് us free ആൻഡ് മറുനാടൻ ഷാജൻ എന്ന് പറഞ്ഞിരിക്കുന്ന ആളിൻ്റെ ഉടായ്പകൾ നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ചില ഭാഗങ്ങൾ വിയോജിപ്പുണ്ട്. ആ വിയോജിപ്പുള്ള ഭാഗത്തെ ഇവിടെ തുറന്നു കാട്ടുകയാണ്. ഇവിടെ നമുക്കതൊന്ന് പുള്ളിംഗ് ഡൗൺ സ്ട്രോങ്ഹോൾഡ്സ് ഫോർ ബദൻ യു ഹാവ് കാൾബർട്ടി, നാമിനെ അടിമത്തിൽ കൂടി വരുത്. നമുക്ക് ആ ഭാഗങ്ങളൊന്ന് കേട്ടാലോ. പുള്ളിംഗ് ഡു നോട്ട് ഫിയർ അറ്റ് ആൾ, ഡു നോട്ട് ഫിയർ, സ്റ്റാൻഡ് ഫാസ്റ്റ് ഓൺ ദ ലിബർട്ടി ഓഫ് ദ ക്രൈസ്റ്റ് ഹാസ് മേഡ് us free ആൻഡ് ബി നോട്ട് entangled again the yoke of bondage. സ്വാതന്ത്ര്യത്തിനെ ക്രിസ്തുമേ സ്വാതന്ത്ര്യമൊക്കെ അകലയിൽ ഉറച്ചപ്പിൻ നാമിനെ അടിമത്തിൽ കുടുങ്ങിപ്പോരുത്. പുള്ളിംഗ് ഡൗൺ സ്ട്രോങ്ഹോൾഡ്സ് ഡു നോട്ട് ഫിയർ അറ്റ് ആൾ, ഡു നോട്ട് ഫിയർ, ഫോർ ബദൻ യു ഹാവ് കാൾബർട്ടി. ആ ഭാഗങ്ങൾ നമുക്കൊന്ന് കേട്ടാലോ. പുള്ളിംഗ് ഡൗൺ സ്ട്രോങ്ഹോൾഡ്സ്. ഇസ്രായേൽ എന്ന രാജ്യം എന്നാൽ 3/4 നൂറ്റാണ്ടിന് മുമ്പ് രൂപപ്പെട്ട രാജ്യമാണ്. അത് രൂപീകരണത്തെ കുറിച്ച് തർക്കമുണ്ട്. ഫലസ്തീൻ മണ്ണിൽ തന്നെയാണ് ഇസ്രായേൽ രൂപം കൊടുത്തത്. അത് അനീതിയാണ്. ഇസ്രായേൽ എന്ന് പറയുന്നത് ചിതറപ്പെട്ട രാജ്യമാണ്, ചിതറപ്പെട്ട സംസ്കാരമാണ്. അത് പുനരുദ്ധരിക്കുന്ന പറയുമ്പോഴും ചരിത്രത്തിൽ ഇങ്ങനെ ഒരുപാട് തെറ്റുകളുണ്ട്. എല്ലാ തെറ്റുകളും തിരുത്താണെന്ന് കഴിയില്ല. അത് നൂറ്റാണ്ടുകൾ മുമ്പുള്ള ചരിത്രത്തിലെ തെറ്റുകൾ എല്ലാം തിരുത്താണെന്ന് കഴിയില്ല. ഇതിന് നിശ്ചയമായിട്ട് നമുക്കൊരു മറുപടി ഉണ്ടാകും. ബൈബിൾ വായിക്കുമ്പോഴത്തേക്കും ഇസ്രായേൽ എന്ന് പറഞ്ഞിരിക്കുന്നത്, ആ ഇസ്രായേലിന്റെ ചരിത്രം മനസ്സിലാക്കിയിട്ട് പറയും മറുനാടൻ ഷാജ. ഇസ്രായേൽ എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഇസ്രായേൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിസ്തേശു തിരഞ്ഞെടുത്ത ഒരു രാജ്യമാണ്. ഫോർ ബദൻ യു ഹാവ് കാൾബർട്ടി, പുള്ളിംഗ് ഡൗൺ സ്ട്രോങ്ഹോൾഡ്സ് ഫോർ ബദൻ ബട്ട് യഹോവേ ദൈവം പുള്ളിംഗ് ഡൗൺ സ്ട്രോങ്ഹോൾഡ്സ് തിരഞ്ഞെടുത്ത ജനത, ഒരു രാഷ്ട്രമാണ് ഇസ്രായേൽ. അതിനെക്കുറിച്ച് പഠിച്ചിട്ട് പറയും. ഫോർ ബദൻ യു ഹാവ്, ബൈബിൾ നന്നായിട്ട് വായിക്കും. കത്തോലിക്ക സഭയിൽ പോയതുകൊണ്ടൊന്നും കാര്യമായില്ല. ബൈബിളിൽ നന്നായിട്ട് വായിച്ചു കഴിഞ്ഞാൽ ഇസ്രായേൽ എന്താണെന്നും ഇസ്രായേലിന്റെ ഭാവിയിലുള്ള രക്ഷ എന്താണെന്നും ഇപ്പോൾ ഇസ്രായേൽ എന്തായിരിക്കുന്നെന്നും പണ്ട് ഇസ്രായേലിന്റെ ചരിത്രം എന്താണെന്നും നന്നായിട്ട് പഠിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ താങ്കൾ ഇങ്ങനെ പറയത്തില്ല. ഇസ്രായേലിന് അങ്ങനെ അബദ്ധമൊന്നുമല്ല. ഇസ്രായേലിന് അവകാശമായി കൊടുത്ത സ്ഥലത്ത് പാലസ്തീനാണ് കൈയേറിയത്. അതൊന്നും തിരിച്ചറിഞ്ഞാൽ വലിയ ഉപകാരമാണ്. ഇതിനെക്കുറിച്ച് നമുക്ക് അല്പം നേരം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ പിന്നീട് സംസാരിക്കാം. പുള്ളിംഗ് ഡൗൺ ഫോർ ബദൻ യു ഹാവ് കാൾബർട്ടി ലിബർട്ടി, നാമിനെ അടിമത്തിൽ പുള്ളിംഗ് ഡൗൺ സ്ട്രോങ്ഹോൾഡ്സ് നാമിനെ അടിമത്തിൽ കുടുങ്ങിപ്പോരുത്. exceeding joy great Lord of peace, for buthan you കാൾബർട്ടി and be not entangled again the yoke of bondage.
മറുനാടൻ ഷാജൻ എന്ന് പറഞ്ഞിരിക്കുന്ന ആളിൻ്റെ എന്താണ് ഉഡായിപ്പുകൾ നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ചില ഭാഗങ്ങൾ വിയോജിപ്പുണ്ട്. ആ വിയോജിപ്പുള്ള ഭാഗത്തെ ഇവിടെ തുറന്നു കാട്ടുകയാണ്. ഇവിടെ നമുക്കതൊന്ന് പുള്ളിങ് ഡൗൺ സ്ട്രോങ് ഹോൾസ് ഫോർ ബദനി ഹോൻ കാൽവട്ടി നാമിനെ അടിമത്തിൽ കൂടി വരുത്. നമുക്ക് ആ ഭാഗങ്ങളൊന്ന് കേട്ടാലോ. പുള്ളിങ് ഡു നോട്ട് സി അറ്റ് ആൾ ഡു നോട്ട് ഫിയർ സ്റ്റാൻഡ് ഫാസ്റ്റ് ഓൺ ദ ലിബർട്ടി വെറുതെ ക്രൈസിസ് വേണ്ട ഫ്രീ ആൻഡ് ബി നോട്ട് എന്നെങ്കിലും എങ്ങനെ യോക്കമുണ്ട് സ്വാതന്ത്ര്യത്തിനെ ക്രിസ്തുമേ സ്വാതന്ത്ര്യമൊക്കെ അകലയിൽ ഉറച്ചിപ്പിൻ നാമിനെ അടിമത്തിൽ കുടുങ്ങിപ്പോരുത്. പുള്ളിങ് ഡൗൺ സ്ട്രോങ് ഹോൾസ് ഡു നോട്ട് സി അറ്റ് ആൾ ഡു നോട്ട് ഫിയർ ഫോർ ബദനി ഹോൻ പട്ടി. ആ ഭാഗങ്ങൾ നമുക്കൊന്ന് കേട്ടാലോ. പുള്ളിങ് ഡൗൺ സ്ട്രോങ് ഹോൾസ്. ഇസ്രായേൽ എന്ന രാജ്യം ഏതാണ്ട് 3 നൂറ്റാണ്ടിന് മുമ്പ് രൂപപ്പെട്ട രാജ്യമാണ്. അതിൽ രൂപീകരണത്തെ കുറിച്ച് തർക്കമുണ്ട്. ഫലസ്തീൻ മണ്ണിൽ തന്നെയാണ് ഇസ്രായേലിന് രൂപം കൊടുത്തത്. അത് അനീതിയാണ്. ഇസ്രായേൽ എന്ന് പറയുന്നത് ചിതറപ്പെട്ട രാജ്യമാണ്, ചിതറപ്പെട്ട സംസ്കാരമാണ്. അത് പുനരുദ്ധരിക്കണം പറയുമ്പോഴും ചരിത്രത്തിൽ ഒരുപാട് തെറ്റുകളുണ്ട്. എല്ലാ തെറ്റുകളും തിരുത്താനൊന്നും കഴിയില്ല. അത് നൂറ്റാണ്ടുകൾ മുമ്പുള്ള ചരിത്രത്തിലെ തെറ്റുകൾ എല്ലാം തിരുത്താനൊന്നും കഴിയില്ല. ഇനി ആയിക്കോട്ടെ, അത് ഇതിന് നിശ്ചയമായിട്ട് നമുക്കൊരു മറുപടി ഉണ്ടാകും. ബൈബിൾ വായിക്കുമ്പോഴത്തേക്കും എന്താണ് ഇസ്രായേൽ എന്ന് പറഞ്ഞിരിക്കുന്നത്, ആ ഇസ്രായേലിൻ്റെ ചരിത്രം മനസ്സിലാക്കിയിട്ട് പറയും മറുനാടൻ ഷാജ. ഇസ്രായേൽ എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഇസ്രായേൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ക്രിസ്തേശു തിരഞ്ഞെടുത്ത ഒരു രാജ്യമാണ്. ഫോർ ബദൻ യഹോൻ കാൾവട്ട് പുള്ളിങ് ഡൗൺ സ്ട്രോൾസ് ഫോർ ബദൻ വട്ടി യഹോവേ ദൈവം പുള്ളിങ് ഡൗൺ സ്ട്രോൾസ് തിരഞ്ഞെടുത്ത ജനത ഒരു രാഷ്ട്രമാണ് ഇസ്രായേൽ. അതിനെക്കുറിച്ച് പഠിച്ചിട്ട് പറയും. ഫോർ ബദൻ യഹോൻ ബൈബിൾ നന്നായിട്ട് വായിക്കും. കത്തോലിക്ക സഭയിൽ പോയതുകൊണ്ടൊന്നും കാര്യമായില്ല. ബൈബിളിൽ നന്നായിട്ട് വായിച്ചു കഴിഞ്ഞാൽ ഇസ്രായേൽ എന്താണെന്നും ഇസ്രായേലിൻ്റെ ഭാവിയിലുള്ള രക്ഷ എന്താണെന്നും ഇപ്പോൾ ഇസ്രായേൽ എന്തായിരിക്കുന്നെന്നും പണ്ട് ഇസ്രായേലിൻ്റെ ചരിത്രം എന്താണെന്നും നന്നായിട്ട് പഠിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ താങ്കൾ ഇങ്ങനെ പറയത്തില്ല. ഇസ്രായേലിന് അങ്ങനെ അബദ്ധമൊന്നുമല്ല. ഇസ്രായേലിന് അവകാശമായി കൊടുത്ത സ്ഥലത്ത് പാലസ്തീനാണ് കൈയേറിയത്. അതൊന്നും തിരിച്ചറിഞ്ഞാൽ വലിയ ഉപകാരമാണ്. ഇതിനെക്കുറിച്ച് നമുക്ക് അല്പം നേരം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ എന്താണ് പിന്നീട് സംസാരിക്കാം. പുള്ളിങ് ഡൗൺ ഓഫ് ഫോർ ബദനി ഹോൻ കാൾഡർ ലിബർട്ടി നാമിനെ അടിമത്തിൽ പുള്ളിങ് ഡൗൺ സ്റ്റോൺസ് നാമിനെ അടിമത്തിൽ കുടിയുമ്പോഴത് എക്സീഡിങ് ജോയ് ഗ്രേജലോടെ പിസോർ ബദനി ഹോൻ കാൽപട്ടി ആൻഡ് ബി നോട്ട് എന്നെങ്ങളുടെ എന്തൊക്കെ ഉണ്ട്. നമുക്ക് living God is richly all things in war I could for within good concerns for living in